ഹായ്, നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒരുപാട് ആളുകളുടെ ഇന്നത്തെ ഒരു പരാതിയാണ് ഞാൻ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരിക്കോ നമ്മുടെ തന്നെ ബ്രാഞ്ചായ വെട്ടിക്കാട്ടിലേക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല. ഈ വിളിച്ചാൽ കിട്ടാത്ത വേറൊന്നുമല്ല, അത്രയ്ക്കും കോളുകൾ വരികയാണ്. അപ്പോൾ ഒരു മനുഷ്യന് പരിധിയുണ്ട്, എടുത്തോണ്ടേയിരിക്കും. നമ്മളെ സ്റ്റാഫുകളൊക്കെ ഭക്ഷണം അവർ കഴിച്ചില്ലെങ്കിൽ പോലും കോൾ എടുക്കുന്നതിന് ഒരു കുറവില്ല. പക്ഷേ ഒരേ സമയത്ത് തന്നെ ഇപ്പോൾ 10 മണിക്ക് തന്നെ നിങ്ങൾ ആരെങ്കിലും ഒരു 20-30 കോൾ വിളിച്ചാൽ നിങ്ങൾ ആരെടുക്കും? അപ്പോൾ നമ്പർ ബിസിയെ കാണും എന്നൊക്കെ പറയും. കാരണം ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മുടെ ഷോപ്പിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ നമ്പർ വാട്സപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. വാട്സപ്പ് ഒരു പരിധി വരെ ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. കാരണം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ അധികം ആളുകൾക്ക് വേണ്ടത് ഫോട്ടോ, കടയിലത്തെ എല്ലാ സാധനത്തിൻ്റെ ഫോട്ടോ നമ്മൾ ലൈവായിട്ട് എടുത്തിട്ടത് പറ്റില്ല. അപ്പോൾ പോയി നിന്ന് അവിടെ പോയി നിന്ന് എടുക്കണം. അത് എടുക്കൂല. മാജിക് മാലു മറ്റേ ബുക്കിൽ കളിക്കുന്ന പോലെ നമ്മൾ എല്ലാ കടയത്തെയും വാങ്ങിയിട്ട് താരതമ്യം നോക്കിക്കൊണ്ടിരിക്കും. അതൊന്നും നടക്കണ കേസല്ല. സീസണിൽ നേരിട്ട് വരിക, ആവശ്യക്കാരൻ നേരിട്ട് വരും. ചെന്നൈ, കോയമ്പത്തൂർ എന്നൊക്കെ ദൂരെ നിന്ന് വരിക വെച്ചാൽ നമ്മുടെ 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ആളായിരിക്കും ഈ കൂടുതൽ സംശയം. കുറേ പേര് ഗൾഫിൽ നിന്ന് ചോദിക്കാം. ഇതൊന്നും സീസൺ സമയത്ത് നടക്കുന്നതല്ല. പിന്നെ ഷോപ്പിൽ വന്നാൽ തന്നെ ചില ആളുകൾക്ക് A to Z ഫോട്ടോ എടുക്കണം, ഒരാളൊപ്പം നിന്ന് വെറുതെ വില എഴുതി കൊടുക്കണം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കുക. ഫോട്ടോകളൊക്കെ പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള കുറേ മോഡൽസ് ഉണ്ട്. യൂട്യൂബിൽ വരെ ചിലത് ചെയ്യാൻ പുറത്തേക്ക് മോഡൽസ് പോകണ്ടെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പ്രൈസ് പറയൽ പോസിബിൾ അല്ല. നേരിട്ട് വരെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുക. അപ്പോൾ ആളുകളുടെ ഫോണിൽ കൂടെ ഉള്ള സെയിൽ, ഇപ്പോൾ സെറ്റൊക്കെ ഇരുന്ന് നോക്കിയാലേ കംഫർട്ട് അറിയുള്ളൂ. ഫോണിൽ കൂടെ നമുക്ക് ഇരുന്ന് നോക്കാൻ കഴിയില്ല. ആ ഫോട്ടോ കണ്ട് അറിയാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ സെയിൽസ് സ്റ്റാഫിനെ വിളിച്ചിട്ട് കുറേ ആളുകൾ നിങ്ങൾ ഫോണിൽ കൂടെ ഡീൽ ചെയ്യുക. നമുക്ക് ഇപ്പോൾ ഇതാണ് സിസ്റ്റമിൽ ഓൺലൈൻ സെയിലുള്ള ചില ഐറ്റങ്ങൾ നമ്മൾ പറയലുണ്ട്. വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക. പിന്നെ അതെന്താ പറ്റാത്ത, ഇതെന്താ പറ്റാത്ത, അവരെന്താ ചെയ്യുന്നത്, ഇവരെന്താ ചെയ്യുന്നത്, ഇവർ ചെയ്യുന്ന റേറ്റല്ല നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടി നമുക്ക് ഒരുപാട് കസ്റ്റമർ വരുന്ന സന്തോഷമുള്ളൂ. അപ്പോൾ നമ്മളെ പരിമിതികൾ, കോൾ ചെയ്താൽ കിട്ടാത്തത് സീസൺ ടൈമിൽ കുറേ ബുദ്ധിമുട്ടാണ്. കുറേ നിന്ന് വിളിക്കണം. പരമാവധി വാട്സപ്പ് ചെയ്യുക. ഷോപ്പിലേക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, വിദേശത്തുള്ള ആളുകൾ, ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളും നാട്ടിൽ നിന്ന് വിടുക. ഫർണിച്ചർ കണ്ട് വാങ്ങണം എന്നാണ് പറയുക. അല്ലാതെ നമുക്ക് ഒരിക്കലും കേട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമല്ല ഫർണിച്ചർ. അപ്പോൾ നമ്മുടെ ചില ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കലുണ്ട്. പരമാവധി ആളുകൾ അത് നമ്മുടെ സ്റ്റാഫിനെ നമുക്ക് ബുദ്ധിമുട്ടിക്കുകയാണ്. ഒരലമാറ അയച്ചു കൊടുത്താൽ പറയും കടയിലത്തെ വേറെ അയച്ചു കൊടുക്കും, അത് അയച്ചു കൊടുക്കും, ഇത് അയച്ചു കൊടുക്കും. പിന്നെ നമ്മൾ ഉത്തരം കാണില്ല. അങ്ങനെയൊക്കെ കേസുകൾ വരും. തമിഴ്നാട്ട് കേസുകൾ നമുക്ക് ഇവിടെ വന്ന് നേരിട്ട് വന്ന് എടുക്കാതപ്പോൾ വരാ, ചായ കുടിച്ച് പോകാൻ പറഞ്ഞ് ബില്ല് വരെ എഴുതിയെടുത്ത് വണ്ടി വരെ വിളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആളെ കാണുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഉറപ്പിച്ച് പർച്ചേസിന് വരുന്ന ആളുകൾ വരിക. കാരണം ആളുകളെ നമ്മളെ സ്റ്റാഫുകളാണ്. അവർ ഈ സീസൺ സമയത്ത് ഫുഡ് വരെ ചിലപ്പോൾ കഴിക്കാൻ ടൈം മാറി നിന്നിട്ട് കസ്റ്റമറെ സേവിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ അവരുടെ കഷ്ടത മനസ്സിലാക്കണം. 3 മണി വരെ 4 മണി വരെ നിന്നിട്ട് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് വെറുതെ നോക്കി, അല്ലെങ്കിൽ വേറെ മേഖലയിൽ സെയിം മേഖലയിൽ വില പഠിക്കാൻ വേണ്ടി വരിക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ സീസണിൽ പരമാവധി ഒഴിവാക്കാം. കാരണം നമ്മൾ ഇത് കുറേ കഷ്ടപ്പെട്ട് കാണിക്കുമ്പോൾ നമ്മളെ വെറുതെ എടുക്കാൻ ആവശ്യമില്ലാത്ത ആളുകൾ സീസൺ സമയം ജസ്റ്റ് ഒന്ന് കാണുക. ശരിക്കും വരുന്ന കസ്റ്റമർക്ക് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ തിരക്കിൽ കാണലുണ്ട്. പരമാവധി ആളുകൾ ശ്രദ്ധിക്കുക കേട്ടോ. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇന്നെ കണക്ട് ചെയ്യുക. ചിലപ്പം നമുക്ക് കടയിൽ 1500 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ 1500 പ്രൊഡക്റ്റും ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ പേര് വരും. അതൊന്നും നടക്കുന്ന കേസല്ല. നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഫോട്ടോ എടുക്കുക. ഈ ഫോട്ടോ എടുക്കുക, ഒരാളൊപ്പം നിൽക്കുക. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോസ് കണ്ടാൽ തന്നെ ഒരു ഐഡിയ കിട്ടും. ഇതിനൊന്നും പിന്നെ എല്ലാ ഫോട്ടോകളും അയച്ചു കൊടുക്കുക. പിന്നെ ഫോൺ ചെയ്താൽ എടുക്കാത്തതിന് ചീത്ത. ഇതൊന്നും നമുക്ക് നേരിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ സ്പെഷ്യൽ പ്രൈസ് കൊടുക്കും. യൂട്യൂബിൽ കൊടുക്കാത്ത പ്രൈസ് വരെ നമ്മൾ നേരിട്ട് വന്നാൽ കൊടുക്കലുണ്ട്. സീസണിൽ പൊട്ടിച്ച് കൊടുക്കാനുണ്ടോ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്. ബെഡുകൾ 50% ഓഫർ. നിലമ്പൂർ തേക്കിൻ്റെ എല്ലാ ഐറ്റംസിനും 50% മുകളിൽ പൊട്ടിച്ച് കൊടുക്കുകയാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ വിഷുവായിട്ട്. അപ്പോൾ എല്ലാവരും നേരിട്ട് വരിക. അടിപൊളി ഓഫറാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ. ഒരിക്കലും നേരിട്ട് വരിക കേട്ടോ. വെറുതെ ഫോണിൽ കൂടെ വെറുതെ വിളിച്ചിട്ട് അതെന്താ വില, ഇതെന്താ വില, നമ്മൾ പലചരക്ക് സാധനങ്ങൾ അയച്ചാൽ ഒരു കടയിലത്തെ വില പറഞ്ഞാൽ മറ്റേ കടയിലത്തെ മനസ്സിലാവും. ഒരിക്കലും കട്ടിലിൻ്റെ ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പല ഡിസൈനും വർക്കിനാണ് പൈസ. അല്ലാതെ 5 അടി കട്ടിൽ 4 അടി കട്ടിൽ ഇങ്ങനെ പറഞ്ഞ വില കിട്ടില്ല. എത്ര തൊട്ട് തുടങ്ങും, എത്ര തൊട്ട്, ചിലപ്പോൾ 5000 തൊട്ടാണെങ്കിൽ 5 ലക്ഷം വരെ തുടങ്ങുന്ന സാധനങ്ങളും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് വിലകൾ ഫോണിലൂടെ പറഞ്ഞ് താരതമ്യം കളിക്കാൻ നിന്ന ഒന്നും മനസ്സിലാവില്ല. നേരിട്ട് വരിക,
കാരണം ഒരുപാട് പരസ്യങ്ങൾ കണ്ട ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ നമ്മൾ ഐറ്റം വന്നതിന് ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കുന്നു പറഞ്ഞാൽ കൊടുത്തിരിക്കും. അതാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് കേട്ടോ. നമ്മൾ 17 വർഷത്തെ സക്സസ് ആയിട്ടുള്ള സെയിൽസാണ്. നമ്മൾ വെറുതെ ആപ്പോപ്പ കൊടുത്തിട്ടല്ല. നിലമ്പൂർ തേക്കിൻ്റെ ഐറ്റം പറഞ്ഞാൽ തേക്കിൻ്റെ ഐറ്റം തന്നെ കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ പരമാവധി ആളുകൾ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.